കണ്ണൂർ ഒരു ആഡ്. ആ ആഡിന് വേണ്ടി നല്ലൊരു പേയ്മെന്റ്, ഐ തിങ്ക് ബെഡിങ് ആണെന്ന് തോന്നുന്നു. എന്താ സംഭവം പറ കേക്കട്ടെ. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഞാൻ പോവാണ്, നമുക്ക് പാക്കപ്പ് ചെയ്യാണ്. അപ്പൊ അയാൾ പറഞ്ഞു അല്ല നിന്നൂടെ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ശരിയില്ല, എനിക്ക് നിൽക്കണ്ട, എനിക്ക് നല്ല പണിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ എന്റെ ഡ്രൈവറുണ്ട് ആഷിക്ക്. റൂമിലേക്ക് ഞാൻ പോയി കഴിഞ്ഞപ്പം അയാള് പേയ്മെന്റ് തരാൻ റൂമിലേക്ക് വന്നു. വല്ലാതെ പ്രഷറുള്ളതാ, നീ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. ഓക്കെ, പേയ്മെന്റ് തരാൻ റൂമിലേക്ക് വന്നപ്പം പേയ്മെന്റ് ഞാൻ വെച്ചാൽ താങ്ക് യു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അയാളോട് അല്ല നിക്കുന്നില്ലേ. എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്തിനാ നിക്കുന്നേ. അല്ല അതും ഇതിന്റെ ഭാഗമാണെന്ന്. വേറൊന്നും വിചാരിച്ചിട്ടല്ല, ഭർത്താവില്ലാത്ത അവർക്ക് ഒരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതി. I was like, what do you mean അതും ഇതിന്റെ ഭാഗം? I said ആരാ തന്റെ അടുത്ത് പറഞ്ഞ? കോർഡിനേറ്റർ പറഞ്ഞു. I was like, ഇവിടെ നിന്നിട്ട് എന്താ ഉദ്ദേശം? So basically I'm supposed to stay and sleep with him. I'm like, what? ഇത്രയും ഡയറക്റ്റ് ആയിട്ട് എന്റെ ലൈഫില് I kid you not, this has never happened, right? ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാ കേട്ടോ. So I'm like, oh wow, okay. ഒരു കാര്യം ചെയ്യാം, കോർഡിനേറ്റർ അല്ലേ പറഞ്ഞേ, താൻ എൻ്റെ കൂടെ വാ. അത് വേണമെങ്കിൽ നീയാണെന്ന് പറഞ്ഞു. എന്തിന്? അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ, അത് കഴിഞ്ഞിരിക്കട്ടെ. ആ ഗമ ആശാ തന്നെ വെച്ചോ. എന്റെ റൂമിൽ, അപ്പത്തെ റൂമിൽ നിന്ന് പുറത്താക്കണല്ലോ, റൂമിൽ അയാളെ വിളിച്ച് താഴേക്ക് ഞാൻ കൊണ്ടുപോയി. അവിടെ കോർഡിനേറ്ററിനെയും കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ കോർഡിനേറ്ററിന്റെ അടുത്ത് ചോദിച്ചു, താനാണോ ഇയാളുടെ അടുത്ത് പറഞ്ഞ ഞാൻ ഇയാളുടെ കൂടെ കിടന്നുറങ്ങുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല. അയ്യോ ഇല്ല മാഡം, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഇയാൾ എന്തിനാ എന്റെ അടുത്ത് ഇവിടെ നിൽക്കാൻ ചോദിക്കുന്നേ എന്ന് ഞാൻ ഡയറക്ട്ലി ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല, ഞാൻ വരുന്ന വിളിക്കേണ്ടതാണ്, ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. അതിന് ആഷിക്കിനെ സൈഡ് നിർത്തിയിട്ട് അവിടെ രണ്ടുപേരും കിടന്ന് പരങ്ങൊരു പരങ്ങലുണ്ട്, ഞാൻ മറക്ക. കഴിഞ്ഞിട്ട് ഏറ്റവും കോമഡി അയാൾ പറഞ്ഞിട്ട് വേണ്ടിയത് വീട്ടില് അവർ ഡിന്നർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഭാര്യയും മക്കളും എന്നൊക്കെ. ഞാനതൊക്കെ ഓക്കെ, പോണ വഴി ഭാര്യയും മക്കളെയും കണ്ടിട്ട് പോവാം എന്ന് വരെ പറഞ്ഞതാ. കൂടെ കേട്ടപ്പോ എനിക്ക് എൻ്റെ വീട്ടിൽ പോണം, ബിക്കോസ് എനിക്ക് കളി വന്നിരിക്കുകയാണ്. കയ്യിന്ന് പോയടാ ചാർലി. Dude, it was crazy. എന്നിട്ട് ഞാൻ I said, ബാ വീട്ടിൽ പോ ആഷിക്കേ, ബാ. ആഷിക്കാണെങ്കിൽ കുറച്ച് വലിയ സൈസ് ഉള്ളവനാട്ടോ, സോ നമുക്കൊന്ന് പേടിക്കും. ജാങ്കോ നീ അറിഞ്ഞാ ഞാൻ പെട്ടു. അപ്പൊ ആഷിക്ക് ലൈക്ക് ബാ എല്ലാരും വീട്ടിൽ പോ പറഞ്ഞ അവനെയും പിടിച്ച് ഞങ്ങളുടെ വണ്ടി കയറ്റി, ഞങ്ങളുടെ വണ്ടിയില്ല ആണോ ഞങ്ങൾ അവൻ എന്തോ ആഷിക്കിനെയും പിടിച്ച് എന്റെ വണ്ടി കയറ്റി അവന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും അറിയട്ടെ. നീ എന്റെ മാനം കളയരുത്. വഴിയിൽ ഞാൻ അവനെ ഇരുന്ന് ഞാൻ ക്ലാസ് എടുത്തു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്, തൽക്കാലം ആരോടും പറയണ്ട. വരെ അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഞങ്ങൾ എല്ലാവർക്കും പണി ഇതാണെന്നാണോ? നമ്മൾ ഈ ജോലി ചെയ്യാൻ വരുന്നു, ജോലി ചെയ്ത് പോകുന്നു. ലൈക് വാട്ട് ഈസ് യുവർ, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? എന്റെ മാനം കളയരുത്, എന്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ്. എന്റെ വീട്ടിലെത്തി താഴെ ഭയങ്കര സീൻ, ആൾക്ക് കയറാൻ. ഡൂഡ് ആ വീട്ടിൽ കയറി അമ്മുമ്മ എന്ന് പറഞ്ഞാൽ അവന്റെ അമ്മ, അവന്റെ ഭാര്യ, അയ്യോ ഇതുപോലെ നൈസസ്റ്റ് പീപ്പിൾ. മോളെ എന്ന് വിളിച്ചിട്ട് അവിടെ ഇതുപോലെ അശ്ലീകരങ്ങൾ ജനിച്ചു. എല്ലാ തറവാട്ടിലും കാണില്ല സാർ ഇതേപോലെ അവതാരം. I don't know whether girls do this, boys do this, I don't know. But dude, that was my first like direct experience as somebody asked. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാതജൻ എന്ത് പറയുന്നു? സബ്സ്ക്രൈബ് ചെയ്യാമോ? മതിയോ? എന്നാ പിന്നെ ഞാനങ്ങട്